സ്കൂൾ കലോത്സവത്തിൽ ഓട്ടൻതുള്ളൽ ഇനത്തിലൂടെ വിജയിച്ച ഇരിങ്ങാലക്കുട കല്ലേറ്റുംകര സ്വദേശി കലാമണ്ഡലം ശ്രീജ വിശ്വം ഇക്കുറിയും ശിഷ്യരുമായി എത്തി. ഓട്ടൻതുള്ളൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി അനുപ്രിയയുമായാണ് മത്സരരംഗത്ത് എത്തിയത്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ പുരോഗമിക്കവേ ഇപ്പോൾ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ഓട്ടംതുള്ളൽ മത്സരത്തിന് ഏറെ പ്രത്യേകതയുണ്ട്. 2002 ഓട്ടംതുള്ളൽ സംസ്ഥാന മത്സരത്തിൽ അന്ന് മത്സരാർത്ഥിയായി പങ്കെടുക്കുകയും ഇപ്പോൾ അനുപ്രിയയെ പരിശീലിപ്പിച്ചാണ് കലാമണ്ഡലം ശ്രീജ വിശ്വനാഥ് നമ്മളോടൊപ്പം ചേരുന്നത്. രാമാനുചരിതമാണ് ഞാൻ ആദ്യമായിട്ട് കളിച്ചത്. ഹാസ്യരസപ്രധാനമായിട്ടുള്ള കഥയാണ്. ഇന്നിപ്പോൾ സന്താനഗോപാലം അല്ലെങ്കിൽ ബാണയുദ്ധം, ഗോവർദ്ധന ചരിതം പോലെ വളരെ ട്രെൻഡി ആയിട്ട് ഇപ്പോൾ കളിക്കുന്ന ആ സമയത്ത് രാമാനുചരിതമാണ് അന്ന് കുറേ ഹാസ്യരസ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അന്ന് പ്രധാനമായിട്ടും എൻ്റെ ഒരു റിസൾട്ട് വന്നപ്പോൾ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഓട്ടംതുള്ളൽ ആവർത്തന വിരസം മാർക്ക് മറക്കടന് എന്നുള്ളതായിരുന്നു. ഒരുപാട് പേര് ആ ഇതും ചെയ്തിരുന്നു. ഇതൊക്കെ വളരെ ആയിരുന്നു. കലാനിലയം ജയന്തി ടീച്ചറുടെ അടുത്താണ് ഞാൻ ആദ്യം പഠനം ആരംഭിച്ചത്. കലാനിലയം രാഘവനാശാൻ്റെ മകള് ജയന്തി ടീച്ചർ. ഇപ്പോൾ അവർ കഥകളി രംഗത്തൊക്കെയാണ് സജീവമായിട്ടുള്ളത്. പിന്നീട് കലാമണ്ഡലത്തിൽ ഗീതാനന്ദനാശാൻ്റെ ശിക്ഷണത്തിലാണ് പഠിച്ചത്. അപ്പോൾ അന്ന് ആശാനെ ദൂരത്തുനിന്ന് കാണുന്നത് തന്നെ വളരെ ആദരവും അത്ഭുതവും ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഈ കലയോടുള്ള സ്നേഹം കൂടിയാണ് ഇതിലേക്ക് തന്നെ വരാനുണ്ടായിരുന്നത്. ഒരു എന്താ പറയുക, ഇപ്പം ഉണ്ടാവുന്ന ഒരു മത്സരത്തിന് ഉണ്ടാവുന്ന കുട്ടികളുടെ ഒരു അനുഭവം അത് ഈ ഒരു മത്സരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കലയിലേക്കും കൂടി ആ സ്നേഹം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഒരു കലാകാരി എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. ടീച്ചർ എന്നാണ് പിന്നെ കലാമണ്ഡലത്തിൽ ചേർന്നത്? ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഡിപ്ലോമ കോഴ്സിനാണ് ചേർന്നത്. 2006 പഠനം കഴിഞ്ഞു. അവിടെ നിന്ന് സ്വന്തമായിട്ട് ഇങ്ങനെ കുട്ടികളെ? അതെ 6 വർഷമായിട്ട് കലാമണ്ഡലത്തിൽ തന്നെ അധ്യാപികയായിരുന്നു. ഇപ്പോൾ ഒരു 10 വർഷത്തിലധികമായിട്ട് യൂത്ത് ഫെസ്റ്റിവലുകളിൽ അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. എത്ര കുട്ടികളുണ്ട് ഇപ്പോൾ? ഈ അനുപ്രിയ മാത്രമേ ഉള്ളൂ? അല്ല, ഈ സംസ്ഥാന തലത്തിലേക്ക് ഇപ്പോൾ അനുപ്രിയ മാത്രമേ ഉള്ളൂ. ഈ വർഷം 6 കുട്ടികളെ അഭ്യസിപ്പിച്ചിരുന്നു. ഒരു കാലത്ത് ചാക്യാർ കൂത്ത് നടക്കുന്ന വേളയിൽ കുഞ്ചൻ നമ്പ്യാർ മിഴാവ് കൊട്ടിയപ്പോൾ ഉറങ്ങിപ്പോയ വേളയിൽ ചാക്യാർ കളിയാക്കിയത് കൊണ്ട് അദ്ദേഹം നമ്പ്യാർ ജന്മം കൊടുത്തതാണ് അല്ലേ ടീച്ചറെ ഓട്ടംതുള്ളൽ? അങ്ങനല്ലയോ? ആ ഓട്ടംതുള്ളനെ അവിസ്മരണീയമാക്കിയാണ് ശ്രീജ വിശ്വനാഥും ശിഷ്യ അനുപ്രിജി. ഓട്ടംതുള്ളൽ വേദിയിൽ നിന്നും ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, കേരള വിഷൻ ന്യൂസ്, തൃശൂർ.